നമസ്കാരം. താടകമല അടിവാരത്തിലുള്ള ഭൂതപ്പാണ്ടി എന്ന പ്രകൃതിരമണീയമായ ഗ്രാമത്തിലെ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ഭൂതപ്പാണ്ടി ഭൂതലിംഗസ്വാമി തിരുക്കോവിൽ. ഈ ഗുഹാക്ഷേത്രം തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലിനടുത്ത് ഭൂതപ്പാണ്ടി എന്ന ഗ്രാമത്തിൽ പഴയാറിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ഭൂതലിംഗസ്വാമി, ഭൂതലിംഗേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, ശിവകാമിയമ്മൻ എന്ന നാമത്തിലും കുടികൊള്ളുന്നു. രാമായണ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമായ താടകിയുടെ വാസസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന താടകമലയുടെ അടിവാരത്തിലാണ് ഭൂതപ്പാണ്ടി എന്ന പ്രദേശം. ഭൂതപാണ്ഡ്യൻ എന്ന രാജാവ് സംഘകാലത്തിൽ ഈ പ്രദേശം ഭരിച്ചതായാണ് വിവരങ്ങൾ. അദ്ദേഹത്തിൻ്റെ പുത്രൻ പശുമ്പൊൻ പാണ്ഡ്യൻ പിതാവിൻ്റെ നാമത്തിൽ ഈ പ്രദേശത്ത് കോവിൽ നിർമ്മിച്ചതിനാൽ ഇവിടം ഭൂതപ്പാണ്ടി എന്നറിയപ്പെട്ടു. പഞ്ചഭൂതങ്ങൾ ഇവിടെയുള്ള സ്വയംഭൂവായ ശിവലിംഗത്തെ പൂജിച്ച ഐതിഹ്യത്തിനാൽ ഭഗവാന്റെ നാമം ഭൂതലിംഗസ്വാമി എന്നായി മാറി. ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ ഈ മല താടക കിടക്കുന്നത് പോലെ തോന്നിക്കുമെന്നാണ് പറയുന്നത്. പാണ്ഡ്യരാജാക്കന്മാർ ഭൂതത്തന്മാരുടെ സഹായത്തോടെ കേരളം ആക്രമിച്ചപ്പോൾ പരശുരാമൻ അവരോടെതിർത്ത് അവരെ തോൽപ്പിച്ച് പ്രകൃതിരമണീയമായ ഭൂതപ്പാണ്ടി എന്ന പ്രദേശം കേരളത്തിനും തമിഴ്നാടിനുമിടയിലുള്ള അതിരായി പ്രഖ്യാപിച്ചു എന്നും കഥയുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് സാലിയർ എന്ന ഇടയ വംശത്തിലെ ഒരാൾ സ്ഥിരം ഈ പ്രദേശത്ത് തൻ്റെ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുവന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരു പശു മാത്രം പാൽ ചുരത്താതെയും ഒഴിഞ്ഞ അകിടോടെയും ദിനവും കാണപ്പെട്ടപ്പോൾ ഇടയൻ പശുവിനെ സ്വകാര്യമായി ശ്രദ്ധിച്ചു. പശു ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി ഒഴിഞ്ഞ അകിടോടെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഭൂതങ്ങളുടെ പോക്കുവരവ് ഉള്ളതായി അയാൾ സംശയിച്ചു. ഒരു നാൾ പശു ഗുഹയ്ക്കുള്ളിലേക്ക് പോയപ്പോൾ ഗുഹയ്ക്ക് മുന്നിലെ കുറ്റിക്കാടുകൾ വെട്ടിയൊതുക്കി ഇടയനും പശുവിനെ പിന്തുടർന്നു. ഗുഹയ്ക്കുള്ളിൽ പാറയിൽ ചതുക്കിയ ഒരു ശിവലിംഗത്തിൽ പശു പാൽ ചൊരിയുന്നത് കണ്ട ഇടയൻ ആശ്ചര്യത്തോടെ ആ വിവരം രാജാവിനെയും നാട്ടുകാരെയും അറിയിച്ചു. രാജാവ് അവിടെ എത്തി ഒരു കോവിൽ നിർമ്മിച്ച് ശിവലിംഗത്തിന് ഭൂതലിംഗസ്വാമി എന്ന നാമം വെച്ചു. ഗ്രാമീണർ ഭഗവാനെ സാലിയൻ കണ്ട തിരുമേനി എന്നും വിളിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ പാറപ്പുറത്ത് തൃശൂലധാരിയായ ശിവഭഗവാന്റെയും പശു ശിവലിംഗത്തിൽ പാൽ ചുരത്തുന്ന ശില്പവുമുണ്ട്. ഭൂതപ്പാണ്ടി ഭൂതലിംഗസ്വാമി ക്ഷേത്രത്തിലെ ഗർഭഗൃഹം മാത്രമാണ് കുടവരെ കോവിലായിട്ടുള്ളത്. പിന്നീട് പാണ്ഡ്യരാജാക്കന്മാർ മറ്റ് സന്നിധികളും മണ്ഡപങ്ങളും കരിങ്കല്ലിൽ നിർമ്മിച്ചു. പാറയിൽ കൊത്തിയ ശിവലിംഗവും പീഠവും വേർതിരിച്ചെടുക്കുക സാധ്യമല്ല. അതിനാൽ തന്നെ ഗർഭഗൃഹത്തെ പ്രദക്ഷിണം വയ്ക്കാനും ഭക്തർക്ക് സാധിക്കില്ല. കിഴക്ക് ദർശനമായിട്ടുള്ള ഭൂതപ്പാണ്ടി ഭൂതലിംഗസ്വാമി ക്ഷേത്രത്തിന് 4 കവാടങ്ങൾ ഉണ്ടെങ്കിലും പടിഞ്ഞാറ് ദിശയിലാണ് 3 നിലകളോടെയുള്ള രാജഗോപുരം. മൂലവർ രുദ്രാംശമായിരിക്കുന്നതിനാൽ കിഴക്ക് വാതിലിലൂടെ ആരും തന്നെ പ്രവേശിക്കാറില്ല എന്ന് വേണം പറയാൻ. 2023 ജാനുവരി മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്ര കവാടത്തിന് ഇരുവശത്തുമായി ഭൂതഗണങ്ങൾ കാവൽ നിൽക്കുന്നു. ക്ഷേത്രത്തിന് എതിരിൽ വിനായകർ സന്നിധി, ബലിപീഠം, ധ്വജസ്തംഭം, നന്ദിഭഗവാനെയും ദർശിച്ച് അകത്തെത്തുമ്പോൾ മഹാമണ്ഡപം, മുഖമണ്ഡപം, അർദ്ധമണ്ഡപം, ഗർഭഗൃഹം. ക്ഷേത്രമുറ്റത്തായി നീർകെട്ടി നിർത്തിയിരിക്കുന്ന മണ്ഡപത്തിൽ ശിവഭഗവാന്റെ ശില്പവും നീരാഴി മണ്ഡപത്തോടെയുള്ള വലിയ ക്ഷേത്രക്കുളവുമുണ്ട്. ക്ഷേത്രത്തിൽ ശ്രീമുരുകന്റെ സന്നിധിക്ക് മുന്നിലുള്ള മണ്ഡപത്തിൽ മുരുകന്റെ 6 പടവീടുകളെപ്പറ്റിയും ചിത്രങ്ങളുണ്ട്. ദ്വാരപാലകരായി ഭൂതഗണങ്ങൾ കാവൽ നിൽക്കെ പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ ഭൂതലിംഗസ്വാമി എന്ന നാമത്തിൽ സ്വയംഭൂ കുടവര ശില്പമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ദീർഘചതുരത്തിലാണ് ശിവലിംഗപീഠം. വളരെ ശക്തിയുള്ള ഭഗവാനാണിതെന്നാണ് ഭക്തജന വിശ്വാസം. ദോശയാണ് ഇവിടെ ഭഗവാന് നിവേദിക്കുന്നത്. ക്ഷേത്രത്തിൽ നിനത്തതേ മുടിക്കും വിനായകർക്ക് തനിക്കോവിലുണ്ട്. ക്ഷേത്രത്തിലെ മഹാമണ്ഡപത്തിൻ്റെ തൂണുകളിൽ രതിമന്മഥൻ, രാവണൻ, ഉലകളന്തപ്പെരുമാൾ എന്നിങ്ങനെയുള്ള ശില്പങ്ങളും മനോഹരമായ നടരാജർ സഭയുമുണ്ട്. ദേവി തനിക്കോവിലിൽ ശിവകാമിയമ്മൻ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. വിവാഹ തടസ്സം മാറാൻ ഭക്തർ ദേവിക്ക് വസ്ത്രവും നേർച്ച നിറവേറിയ ഭക്തർ തുലാഭാര വഴിപാടുകളും നടത്തുന്നു. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ കന്നിവിനായകർ, വളിദേവിയണി സമേത മുരുകൻ, ശാസ്താവ്, ചണ്ഡികേശ്വരർ, ദക്ഷിണാമൂർത്തി, കാശി വിശ്വനാഥർ വിശാലാക്ഷിയമ്മൻ, സോമസ്കന്ദർ, നടരാജർ, ശിവകാമിയമ്മൻ, സൂര്യൻ, പരശുരാമൻ, ഭൂതനാഥർ, ആദിശങ്കരാചാര്യർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം ക്ഷേത്രക്കുളം പഴയാറ്. ആഗമവിധിപ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തൈമാസത്തിൽ 10 നാൾ ഭൂതപ്പാണ്ടി രഥോത്സവം, ചിത്ര ഉത്സവം, പ്രദോഷം, പൗർണമി വിശേഷ പൂജകൾ, ശിവരാത്രി, അമാവാസി ഗിരിവലം എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാനം. പൂജാസമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കന്യാകുമാരിയിൽ നിന്ന് 29 കിലോമീറ്റർ, നാഗർകോവിലിൽ നിന്ന് 14 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാഗർകോവിൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.